ഫ്രീ ആയിട്ട് കുറച്ച് തെറികൾ നമുക്ക് കേട്ടാലോ? നല്ല അടിപൊളി തെറി. പൈസ കൊടുക്കാണ്ട് നമുക്ക് തെറി ഫ്രീ ആയിട്ട് കേൾക്കണമെങ്കിൽ ഷാജിദ ഷാജിയുടെ ലൈവ് ഒന്ന് കണ്ട് നോക്കിയാൽ മതി. കുറച്ച് തെറി ഇവിടെ ഞാൻ ഇടുന്നുണ്ട്, അതൊന്ന് കാണുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഷാജി കൃഷ്ണ ഷാജി മോൻ അയച്ചു കൊടുത്ത പൈസയുടെ നാറിയെ നീ എവിടെ നീ എന്ത് മൈരാണ് നീ എന്റെ തെളിവ് ചോദിക്കുന്ന കാളപ്പാനി നായിന്റെ മോനെ നീ എന്റെ പൈസ കണക്ക് വയ്ക്കാൻ നായി നീ ഒരു ഉറുപ്പ് നിന്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടോ നാറി? ചത്ത് ജീവിക്കാനേ നീ കൊടുത്തിട്ടുണ്ടോ? തന്തനെ കൊന്ന് ജീവിക്കാൻ നാറി നീ ഒരു ഉറുപ്പ് നിന്റെ കൂട്ടുകാരനും ചായ കുടിക്കാനും ആ മൈരന് പൈസ ഉണ്ടാക്കുമ്പോ ഒക്കെ നീ പോയി ചായയും പൊറോട്ടയും നിന്റെ കഞ്ചാവ് അടിക്കാനും അവന്റെ പൈസ മേടിച്ചിട്ട് എന്റെ ആളാമാക്കില്ല കൊടുക്കണം കൂടി ഇല്ലാണ്ടാക്കിട്ട് നാറി നീ ചെറ്റ് നാറി എന്റെ രണ്ട് അനിയന്മാരെ നീ ഇല്ലാണ്ടാക്കിയിട്ട് കഞ്ചാവടിയാ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ നശിപ്പിക്കുന്ന നാറിയാണ് അവന്. ആ നാട്ടുകാർ തല്ലിക്കൊന്നില്ലെങ്കിൽ വേറെ നാട്ടുകാർ വന്ന് തല്ലിയാണ് കൊല്ലും ആ നാറിനെ. അത്രയും ചെറ്റനെ കള്ളപ്പന്നി നീ എന്റെ തെളിവ് വെക്കണം. നായിന്റെ മോനെ നീ എന്റെ തെളിവ് വെക്കണം കള്ളപ്പന്നി. നിനക്ക് തെളിവ് ചെകിട് അടച്ചു തരണം നാറി. ഞാൻ അവിടെ വന്നിട്ട് നിന്റെ ചെകിട് അടിച്ചാണ് തരണം മയ്യ. നിനക്ക് തെളിവ് ഞാൻ കൊണ്ടുവന്ന് തരണം പന്നി കള്ളപ്പന്നി. നീ എന്റെ തെളിവ് വെക്കണം പന്നി. സ്വന്തം കുടുംബക്കാരായി കഴിഞ്ഞാലും അയൽവാസികളായി കഴിഞ്ഞാലും അതൊക്കെ തമ്മാമിൽ പറഞ്ഞു തീർക്കണം. പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല ഇമാതിരി തെറി അഭിഷേകം നടത്തേണ്ടത് അല്ലേ. പറയാനുണ്ടെങ്കിൽ നേരിട്ട് പോയി മുഖത്ത് നോക്കിയിട്ട് പറയുക. ഇത് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടെന്നാ നമ്മൾക്ക് തോന്നുള്ളൂ. കാരണം അവന് മുത്തു എന്ന ആളെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. അവന് മാത്രം കേൾക്കാനാണെങ്കിൽ അവനെ ഫോൺ വിളിച്ചിട്ട് പറയാണ് ചെയ്യേണ്ടത്. അവൻ തന്നെ പറയുന്നുണ്ട്, അവന്റെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ മനസ്സിലാവും. അവൻ പറയുന്നുണ്ട് എൻ്റെ ഫോണ് അവള് നമ്പർ ബ്ലോക്ക് ചെയ്തിക്കുകയാണ് എന്നുള്ളത്. അതിന്റെ ആവശ്യമില്ല, നേരിട്ട് അവനെ വിളിച്ചിട്ട് പറയുക. ഞങ്ങൾക്കാർക്കും എന്തായാലും ഈ തെറി കേൾക്കാൻ തീരെ താല്പര്യമില്ല. യൂട്യൂബ് ബാൻ ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറയുന്ന ഞാനും കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ഈ തെറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ കട്ടാക്കും എന്നൊക്കെ. പക്ഷെ ഇവളെ ചാനൽ എന്തുകൊണ്ടോ ഒന്നും കൂടി പുരോഗമനം വരിക ചെയ്യുന്നത് അല്ലേ, നല്ല പുരോഗമനം വരിക ചെയ്യുന്നത്. തെറി ഇങ്ങനെ അവള് വായിട്ടലക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, അവളെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ അവൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുകയാണ്. ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് ഇവള് തെറിയുടെ പല ഭാഷകളിൽ പല നമ്മൾ വരെ കേൾക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾക്ക് ഏതെല്ലാം തരത്തിലുള്ള തെറി എത്തിച്ചു തരാൻ പറ്റും അതൊക്കെ ഇവൾ കണ്ടെത്തിയിട്ട് നമുക്ക് എത്തിച്ചു തരികയാണ്. അതിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ ആയാലും വ്യൂസിനെ ആയാലും കൂട്ടാനുള്ള തത്രപ്പാടിലാണ് ഷാജിദ ഷാജി. ആദ്യം ഇവള് മനസ്സിലാക്കി എന്ത്, കുറച്ച് നെഗറ്റീവ്, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ, കുറച്ച് നെഗറ്റീവ് അങ്ങ് വാരി വിതറി കഴിഞ്ഞാല് നല്ലോണം വ്യൂസും കിട്ടും. അതിപ്പോ സ്വയം നാറിയാലും വേണ്ടില്ല, കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. എന്റെ രണ്ട് അനിയന്മാരെ നീ ഇല്ലാണ്ടാക്കിയിട്ട് കഞ്ചാവടിയാ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ നശിപ്പിക്കുന്ന നാറിയാണ് അവന്. ആ നാട്ടുകാർ തല്ലി കൊന്നില്ലെങ്കിൽ വേറെ നാട്ടുകാർ വന്ന് തല്ലിയാണ് കൊല്ലും ആ നാറിനെ. അത്രയും ചെറ്റനെ കള്ളപ്പന്നി നീ എന്റെ അടുത്ത് തെളിവ് വെക്കണം. നായിന്റെ മോനെ നീ എടുത്ത് തെളിവ് വെക്കണം കള്ളപ്പന്നി. നിനക്ക് തെളിവ് ചെകിട് അടച്ചു തരണം നാറി. ഞാൻ അവിടെ വന്നിട്ട് നിന്റെ ചെകിട് അടിച്ചാണ് തരണം മയ്യ. നിനക്ക് തെളിവ് ഞാൻ കൊണ്ടുവന്ന് തരണം പന്നി കള്ളപ്പന്നി. നീ എന്റെ അടുത്ത് തെളിവ് വെക്കണം പന്നി. എന്റെ അനിയൻ എനിക്ക് കൊടുത്ത പൈസ എനിക്കറിയാൻ കണക്ക്. മൈര എനിക്ക് ഡ്രസ് കൊടുത്ത ഞാനാണ്, ചെരുപ്പ് അവന്. കമന്റ് കണ്ടു ഞാൻ കേട്ടോ. ഞങ്ങള് പ്രവാസികളാണ് ഇവളെ ഇത്രയധികം വളർത്തി കൊണ്ടുവന്നത്. പിന്നെ ഭർത്താവ് മരിച്ച് 5 മക്കളെ കൊണ്ട് ജീവിക്കുന്നവളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതില് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് അവളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ അവളുടെ ചാനൽ വളർത്തിക്കൊണ്ടു വന്നതാണ്. ഇത്രമാത്രം അഹങ്കാരിയാവുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും അവളെ സഹായിച്ചവരായിക്കോട്ടെ സപ്പോർട്ട് ചെയ്തവരായിക്കോട്ടെ എല്ലാവരും ഇപ്പോ ദുഃഖത്തിലാണ്, നിരാശയിലാണ്. കാരണം ഇവളെ സ്വഭാവം തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉമ്മാനെ എല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സഹിക്കൂല. ഉമ്മാനോടായിക്കഴിഞ്ഞാലും അനിയത്തിമാരോടായിക്കഴിഞ്ഞാലും അയൽവാസികളോടായിക്കഴിഞ്ഞാലും ബാക്കി കുടുംബങ്ങളോടായിക്കഴിഞ്ഞാലും എല്ലാം ഇട്ട് അലക്കേണ്ടത് ഇവൾക്ക് യൂട്യൂബിലാണ്. അതെന്താ അവരെല്ലാം ഫോൺ വിളിച്ചിട്ട് സ്വകാര്യതയിൽ പറഞ്ഞാൽ പറ്റൂല. ഞങ്ങൾക്കാർക്കും നിന്റെ കുടുംബകാര്യം അറിയാൻ തീരെ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ഈ യൂട്യൂബിൽ കടന്നിട്ട് കള കേട്ടാ സഹിക്കാത്ത അറക്കുന്ന മാതിരത്തെ
അനാവശ്യങ്ങൾ വിളിച്ചു പറയുക. ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ആക്ഷൻ എടുക്കണം എന്നുള്ളത്. ഒന്നാമത് ഇവിടുത്തെ നിയമം ശരിയല്ല. പച്ചക്ക് എല്ലാവരും അവൾക്ക് എന്തും പറയാ, എന്ത് തോന്നിയാസവും പറയാ, എന്തും നടക്കും. അവൾക്കറിയാം ഇങ്ങനെ കുറച്ച് തെറി പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ചാനൽ അങ്ങ് റീച്ച് ആവും. പിന്നെയും ആരാന്റെ അമ്മക്ക് പ്രാന്തായ കാണാൻ നല്ല ചേല് എന്നുള്ള രീതിയിൽ ആളുകൾ പിന്നെയും ഇവളുടെ ചാനൽ എടുത്ത് നോക്കും, വീഡിയോസ് എടുത്ത് നോക്കും, എന്തെങ്കിലും കേട്ട് രസിക്കാനുള്ള വകയുണ്ടോ എന്നും വിചാരിച്ചിട്ട്. കണ്ണും പൂട്ടിയിട്ട് ഇരുന്നങ്ങ് വിളിയോട് വിളി തന്നെ. ഇത് സത്യം പറഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് അറിയൂല. എനിക്ക് തന്നെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ട്. ആ മുത്തു എന്ന് പറയുന്നവന് അവന്റെ ചാനലിൽ നിന്നുകൊണ്ട് അവൾക്കെതിരെ ഇടുന്ന ഓരോ വീഡിയോസും ഷോർട്സും ഇപ്പോ ഷെഫീന ബീവി ഒത്തിട്ട് ഒരു ലൈവൊക്കെ കാണാനിട വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാല് ഇവൾക്ക് ഇവളെ ജീവനിൽ പേടിയില്ലേന്ന് വരെ ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. കുറച്ചൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ആ മക്കൾക്ക് ഉമ്മയെങ്കിലും ഉണ്ടാവൂലേ? ഇത് എന്തൊരു ജന്മമാണ്, എന്ത് കണ്ടിട്ട് എന്ത് ധൈര്യത്തിലാ ഇവൾ ഈ നകളിച്ച് നടക്കുന്നത്?